പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ തൊഴിൽ വീതിക്കകത്ത് കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് വാർത്തകളിലേക്ക് തന്നെ കിടക്കാം. അതിൽ ആദ്യം കൊടുത്തിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറിന്റെ ഫസ്റ്റ് ലെവൽ പ്രിലിംസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൻ്റെതും അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറിൻ്റെതും ആദ്യത്തെ പ്രിലിംസ് നടക്കാനായിട്ട് പോകുന്നത് ഈ 29-ാം തീയതിയാണ്. 29-ാം തീയതി എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ് അല്ലേ. അപ്പോൾ ആദ്യഘട്ട പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് പോകുന്നത് 1.73 ലക്ഷം ആൾക്കാരാണ് കേട്ടോ. 1,73,000 ആൾക്കാരാണ് ഫസ്റ്റ് ഫേസ് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസ് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. സർവകലാശാല അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കുള്ള ഫീൽഡ് ഓഫീസർ തസ്തികയിലേക്കുള്ള ആദ്യ പരീക്ഷ ഏപ്രിൽ 29-നാണ് കേട്ടോ. തെറ്റിക്കരുത്, ഏപ്രിൽ 29-നാണ് ആദ്യത്തെ ഘട്ടം പരീക്ഷ നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ആദ്യഘട്ട പൊതുപരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് 1,73,475 പേരാണ്. 713 പരീക്ഷാ കേന്ദ്രങ്ങളും നമ്മുടെ ഫസ്റ്റ് ലെവൽ ഡിഗ്രി ലെവൽ പ്രിലിംസിനേക്ക് വേണ്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ അഡ്മിഷൻ ടിക്കറ്റ് ഒക്കെ എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. 2-3 ഘട്ടം പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫേസ് നടക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഫേസ് ഏപ്രിൽ 29-ആണ്. ഏപ്രിൽ 29 ഫസ്റ്റ് ഫേസ്. സെക്കൻഡ് ഫേസ് നടക്കാനായിട്ട് പോകുന്നത് മെയ് 13-ആണ്. മെയ് 13 സെക്കൻഡ് ഫേസ്. തേർഡ് ഫേസ് നടക്കാനായിട്ട് പോകുന്നത് മെയ് 27-ആണ്. മെയ് 27 തേർഡ് ഫേസ്. ഇങ്ങനെയാണ് നമ്മുടെ ഡിഗ്രി ലെവലിന്റെ പരീക്ഷകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അപേക്ഷ നൽകിയത് ഇതിൽ 7,69,045 പേര് കൺഫർമേഷൻ നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ തസ്തികകളിലുമായിട്ട് മൊത്തത്തിൽ എല്ലാം കൂടി 9,33,000 പേര് അപേക്ഷ നൽകിയതിൽ 7,69,050 പേര് മാത്രമാണ് എന്ത് ചെയ്തത്, കൺഫർമേഷൻ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ പൊതുവായി കണക്കാക്കുമ്പോൾ 5,20,000 പേരാണ് ഉള്ളതെന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഫേസ് പരീക്ഷ 29-ാം തീയതിയാണ്. ഹോൾ ടിക്കറ്റ് ഒക്കെ ലഭിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ നല്ലപോലെ തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ LP സ്കൂൾ ടീച്ചർ പത്തനംതിട്ടയിൽ 36, കൊല്ലത്ത് 14 നിയമനം കൂടിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കൂൾ ടീച്ചർമാരുടെ നിയമനത്തിനെ കുറിച്ചാണ് ഈ ഒരു വാർത്തയ്ക്കകത്ത് പറയുന്നത്. അതുപോലെ തന്നെ LGS പത്തനംതിട്ട 12 പേർക്ക് കൂടി ഉടൻ നിയമനം വരാനായിട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. പുനഃപരിശോധന നമ്മുടെ ഫോട്ടോ കോപ്പി ഇനി പ്രൊഫൈൽ വഴി, നമുക്കറിയാം പ്രൊഫൈലിനകത്ത് പുതുതായിട്ടൊരു ടാബ് വന്നിട്ടുണ്ടല്ലേ, പുതുതായിട്ട് ഒരു ടാബ് വന്നിട്ടുണ്ട്. ആ ടാബിനകത്ത് നമുക്ക് 3 ഓപ്ഷൻസ് അവൈലബിൾ ആണ് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തതാണ്. അപ്പോൾ അത് അറിയാനുള്ളവർ എന്ത് ചെയ്യുക, PSCയുടെ പുതിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അത് കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ പരീക്ഷാ സമയത്തിൽ മാറ്റം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ജൂൺ 8-ന് നടക്കാൻ പോകുന്ന പോലീസ് വകുപ്പിലേക്കുള്ള സീനിയർ സൂപ്രണ്ടന്റ്, 14-ന് നടക്കുന്ന പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പരീക്ഷ എന്നിവയുടെയൊക്കെ മെയിൻസ് പരീക്ഷയ്ക്ക് മാറ്റമുണ്ട്. ഓൺലൈൻ പരീക്ഷ നടത്താൻ തീരുമാനിച്ചതിനാലാണ് സമയത്തിൽ മാറ്റം വരുത്തിയത്. സീനിയർ സൂപ്രണ്ടന്റ് പരീക്ഷ രാവിലെ 9 മുതൽ 11:30 വരെയും കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പരീക്ഷയുടെ പരീക്ഷ 10 മുതൽ 12:30 വരെയുമാണ് നടത്താനായിട്ട് പോകുക കേട്ടോ. അപ്പോൾ ആ പരീക്ഷ എഴുതാൻ പോകുന്നവർ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലിസ്റ്റിൽ ആളില്ല, ഫയർവുമൺ നിയമനം താളം തെറ്റും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ കണ്ടതാണ് റാങ്ക് ലിസ്റ്റിൽ. കൊല്ലത്തൊക്കെ ആണെങ്കിൽ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. കൊല്ലം ജില്ലയിലെ ഫയർവുമന്റെ റാങ്ക് ലിസ്റ്റിൽ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഫയർവുമന്റെ റാങ്ക് ലിസ്റ്റ് വളരെ കുറച്ച് പേര് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ നിയമനത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കണമെന്നും പറയുന്നുണ്ട്. കാര്യം വന്നിട്ടുള്ള വേക്കൻസികൾ ഇപ്പോൾ 25 വേക്കൻസി വിളിച്ചിട്ടുള്ള പല ജില്ലകളിലും എടുത്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണം 20-ആണ്. അപ്പോൾ ഇനി അടുത്ത 5 വേക്കൻസികൾ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വിജ്ഞാപനം വരേണ്ട ഒരു അവസ്ഥയാണ് നിലവിലെ ഫയർവുമന്റെ ഈ ഒരു പരീക്ഷയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ലക്ഷത്തിലധികം പേര് അപേക്ഷ കൊടുത്തിട്ടുള്ള ഈ ഒരു പരീക്ഷയ്ക്ക് ലിസ്റ്റിൽ ആകപ്പാടുള്ളത് 237 പേരാണ് കേട്ടോ. അപ്പോൾ 2 ലക്ഷം പേര് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, 237 പേര് മാത്രമാണ് ലിസ്റ്റിൽ റാങ്ക് പിടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റ് ഒക്കെ ആയിട്ടുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, കാസർഗോഡ് ജില്ലകളുടെ ലിസ്റ്റാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഒരുപാട് ലിസ്റ്റുകൾ വരാനൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ജില്ലയിൽ ഉദ്യോഗാർത്ഥികൾ കൂടി 2 കുറഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ. തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിൽ പ്രസിദ്ധീകരിച്ച CPOയുടെ റാങ്ക് ലിസ്റ്റിൽ കഴിഞ്ഞ തവണത്തെക്കാൾ ഉദ്യോഗാർത്ഥികൾ കൂടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ 1,555 പേരായിരുന്നു. ഇത്തവണ അത് 568 പേര് അതിൽ നിന്ന് കൂടിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ 428 ഉദ്യോഗാർത്ഥികൾ ഇത്തവണ വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യഥാക്രമം
പറയുമ്പോൾ 82,290 ഉദ്യോഗാർത്ഥികൾ ഇത്തവണ കുറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. 82,290 ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തിനായാലും CPOയുടെ റാങ്ക് ലിസ്റ്റിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചുകൊണ്ട് പല ജില്ലകളിലും കൂടുതലും കുറവുമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ CPOയുടെ തസ്തിക അല്ലെങ്കിൽ CPO സിവിൽ പോലീസ് ഓഫീസറിന്റെ തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, കാസർഗോഡ് അതുപോലെയുള്ള ജില്ലകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 4 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാസർഗോഡാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാസർഗോഡ് ജില്ലയാണ്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലാണ്. ഏറ്റവും കുറവ് ആൾക്കാരുള്ളത് ഇടുക്കി ജില്ലയിലാണ്. എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലെ റാങ്ക് ലിസ്റ്റുകൾ ഉടൻ പ്രസിദ്ധീകരിക്കും. നമുക്കറിയാം എല്ലാം വന്നിട്ടുണ്ടായിരുന്നില്ല. എറണാകുളവും തൃശ്ശൂരും മലപ്പുറവും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അത് ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ് തോന്നുന്നത്. ഇന്നോ നാളെയോ മിക്കവാറും അതിൻ്റെ ലിസ്റ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ റാങ്ക് ലിസ്റ്റിൽ മാത്രം ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും പിന്നീട് ഇത് പിൻവലിച്ച് മാർക്ക് ഒഴിവാക്കി പ്രസിദ്ധീകരിച്ചു. ആദ്യം മാർക്ക് കാണിച്ചു, പിന്നെ മാർക്ക് ഒഴിവാക്കി പ്രസിദ്ധീകരിച്ചു. എന്തിനാണ് ഈ മാർക്ക് ഒളിപ്പിച്ചു വയ്ക്കുന്നത് മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഉത്തരക്കടലാസ് പുനഃപരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് റാങ്ക് ലിസ്റ്റ് PSC വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകത്താകും റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവാകാനുള്ള അപേക്ഷ 15 ദിവസത്തിനകവും നൽകണമെന്ന് പറയുന്നുണ്ട്. CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ജില്ലാ ബറ്റാലിയൻ സപ്ലിമെന്ററി ലിസ്റ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ ജില്ലയിലും എത്ര പേരാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും വേണ്ട, എന്ത് തന്നെയായാലും ബാക്കിയുള്ള ജില്ലകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ തൃശ്ശൂർ, എറണാകുളം, മലപ്പുറം ജില്ലകളുടെ റാങ്ക് ലിസ്റ്റ് ഉടനെ തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ പത്രവാർത്ത ഉൾപ്പെടെ വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ കാര്യത്തിൽ ഒരു നീക്കുപോക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉടനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. കാര്യം പുതിയ ചെയർമാൻ സാമാന്യം നല്ലൊരു മനുഷ്യനാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തിനായാലും അസിസ്റ്റന്റ് സെയിൽസ്മാൻ നീട്ടി റാങ്ക് ലിസ്റ്റ് ഇല്ലാതാക്കരുത് എന്ന് പറയുന്നുണ്ട്. മെയിൻസ് പരീക്ഷ നടന്ന് 16 മാസം കഴിഞ്ഞിട്ടും റാങ്ക് ലിസ്റ്റിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാത്തത് കടുത്ത അനീതിയാണെന്നാണ് പറയുന്നത്. 2021 10ാം ക്ലാസ് യോഗ്യതാ പരീക്ഷയുടെ കൂടെയായിരുന്നു ഈ തസ്തികയുടെ പ്രാഥമിക പരീക്ഷ. 21 ഡിസംബർ 12 മെയിൻസ് പരീക്ഷ നടത്തി 22 ഓഗസ്റ്റിൽ ആദ്യഘട്ട ഷോർട്ട് ലിസ്റ്റിൽ വരികയും വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ ഡിസംബറിൽ കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനം വന്നതോടുകൂടി സപ്ലിമെന്ററി ലിസ്റ്റിലേക്കുള്ള വെരിഫിക്കേഷന് വേണ്ടിയിട്ട് റാങ്ക് ലിസ്റ്റ് നീളുകയായിരുന്നു. നിലവിൽ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, റാങ്ക് ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും അത് അനീതിയാണ്. കുറച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്തിട്ടുള്ളൊരു ജോലിയാണ്. അപ്പോൾ മാക്സിമം റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് തന്നെ ശ്രമിക്കട്ടെ എന്ന് തന്നെ പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ PSC പരീക്ഷ മാത്രമല്ല, ഇനി നമ്മുടെ SSC പരീക്ഷ എന്ന് പറയുമ്പോൾ കേന്ദ്രസേനകളിലെ കോൺസ്റ്റബിൾ പരീക്ഷയും എന്ത് ചെയ്യുന്നുണ്ട്, മലയാളത്തിലേക്ക് നമുക്ക് എഴുതാനായിട്ട് കഴിയും. അതുപോലെ തന്നെ SSC പരീക്ഷകൾ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പരീക്ഷകളും മലയാളത്തിലേക്ക് എഴുതാനുള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും അത് ഒരുപാട് PSC ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് ഗുണമാകുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കിനി PSCയിൽ മാത്രം ഒതുങ്ങിയിരിക്കേണ്ട SSC ആയി കൂടി നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. കമ്പാരിറ്റീവ്ലി SSC കുറച്ച് പാടാണെന്നുണ്ടെങ്കിലും ശ്രമിച്ചാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിലൊക്കെ കയറി പറ്റുന്ന ഒരു പരീക്ഷയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെത്. അതുപോലെ തന്നെ കേന്ദ്ര സായുധ പോലീസ് സേനയിലേക്കുള്ള കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി തസ്തികയിലേക്ക് മലയാളം അടക്കം 13 ഭാഷകളിൽ കൂടി പരീക്ഷ നടത്താനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ 2024 ജനുവരി 1 മുതൽ നടത്തുന്ന പരീക്ഷകൾ 2024 അടുത്ത വർഷം ജനുവരി 1 മുതൽ നടത്തുന്ന പരീക്ഷകളിലായിരിക്കും ഈ ഒരു കാര്യം നടപ്പിലാക്കാനായിട്ട് പോവുക. CRPF, BSF, ആസാം റൈഫിൾസ്, അതുപോലെ തന്നെ CISF, ITBP, അതുപോലെ തന്നെ സശസ്ത്ര സീമ ബൽ SSB, അതുപോലെ തന്നെ ഒരുപാട് സേനയിലേക്ക് നിലവിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമേ പരീക്ഷ എഴുതാനായിട്ടാവൂ. അതുപോലെ തന്നെ പ്രാദേശിക ഭാഷകൾ പരിഗണിക്കണമെന്നും വിവിധ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, മറാഠി, കന്നഡ, തമിഴ്, തെലുങ്ക്, ഒഡിയ, ഉറുദു, പഞ്ചാബി, മണിപ്പൂരി, കൊങ്കണി എന്നിവയാണ് മറ്റ് ഭാഷകൾ. അതുപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷകൾ കൂടി ഇപ്പം മലയാളത്തിൽ എഴുതാനായിട്ടുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് PSCയിൽ മാത്രം ഒതുങ്ങിയിരിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ സർവകലാശാല പരീക്ഷ, നമുക്കറിയാം നമ്മുടെ ഡിഗ്രി പരീക്ഷകൾ നമുക്ക് മലയാളത്തിൽ എഴുതാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് ഇനി തൊട്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ പത്തനംതിട്ടയിലെ ഒഴിവുകൾ തിരിച്ചു പിടിക്കാനായിട്ട് നീക്കം നടക്കുന്നുണ്ട് എന്നൊരു വാർത്ത നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ കായികക്ഷമതാ പരീക്ഷ 24 മുതൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലേക്കുള്ള സിവിൽ എക്സൈസ് ഓഫീസറിന്റെ തസ്തികയുടെ കായികക്ഷമതാ പരീക്ഷ ഏപ്രിൽ 24 മുതൽ 27 വരെ രാവിലെ 5 മണിക്ക് പേരൂർക്കട SP ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 4 സാധ്യതാ ലിസ്റ്റുകൾക്ക് വരാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. ഇടുക്കി ജില്ലയിലും വിവിധ വകുപ്പുകളിലേക്കുള്ള LD ക്ലർക്ക് തമിഴ്, മലയാളം,
അറിയുന്നവർ, അതുപോലെ തന്നെ ആലപ്പുഴ തൃശ്ശൂർ ജില്ലയിലേക്കുള്ള ആരോഗ്യ വകുപ്പ് സ്റ്റാഫ് നഴ്സ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലേക്കുള്ള വിവിധ വകുപ്പുകളിലേക്കുള്ള ബ്ലെൻഡർ ഗ്രേഡ് 2 എന്നീ തസ്തികകളിലേക്കുള്ള റാങ്കിൽ സാധ്യതാ ലിസ്റ്റാണ് വരാനായിട്ട് പോകുന്നത്. സർട്ടിഫിക്കറ്റ് പരിശോധന കേരള ട്രഷറി സർവീസിലേക്കും, അതുപോലെ തന്നെ സീനിയർ സൂപ്രണ്ടന്റ്, അസിസ്റ്റന്റ് ട്രഷറി ഓഫീസർ, സബ് ട്രഷറി ഓഫീസർ, അതുപോലെ തന്നെ ഒരുപാട് തസ്തികയിലേക്കുള്ള സർട്ടിഫിക്കറ്റ് പരിശോധന നിലവിൽ വിളിക്കുന്നുണ്ട്. വകുപ്പ് തല പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് 2, 4, 6, 8, 9, 11 തീയതികളിൽ ഓൺലൈനായിട്ട് നടത്തുന്ന പരീക്ഷകളിലേക്കുള്ള അഡ്മിഷൻ പ്രൊഫൈൽ ടിക്കറ്റുകൾ പ്രൊഫൈലിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അഭിമുഖം, നമ്മുടെ തുറമുഖ വകുപ്പിലേക്കുള്ള ഓഫീസർ ഇൻചാർജിന്റെ അഭിമുഖം നടക്കുന്നുണ്ട്. കാര്യക്ഷമതാ പരീക്ഷയുടെ കാര്യം ശ്രദ്ധിക്കുക. എക്സൈസ് വകുപ്പ്, സിവിൽ എക്സൈസ് ഓഫീസർ, അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ കാര്യക്ഷമതാ പരീക്ഷ ഉള്ളവരും എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ കേരള PSCയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്ന് കഴിഞ്ഞ 20 വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം, കേരള ഹിസ്റ്ററിയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം എടുത്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് തന്നെയായിരിക്കും. നമുക്കിതുപോലെ എല്ലാ വിഷയത്തിനും നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. തുടർന്നും PSC ക്ലാസ്സുകൾക്കും അപ്ഡേറ്റുകൾക്കുമായിട്ട് നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.